നോക്കാം എന്തൊക്കെയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഓൾ ഗ്രെയിൻ്റെ ബ്രെഡാണ് എടുത്തേക്കുന്നത്. അത് സാധാരണ വൈറ്റ് ബ്രെഡ് വേണമെന്നുണ്ടെങ്കിൽ ആ ബ്രെഡ് എടുക്കുക. പിന്നെ വേണ്ടത് മുട്ടയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയൊരു സവോള ചോപ്പ് ചെയ്തെടുക്കുക. വലിയ സവോളയാണെങ്കിൽ ആ സവോളയുടെ 1/4 ഭാഗം എടുത്താൽ മതി. എന്നിട്ട് നല്ല ചെറുതാക്കിയിട്ട് വേണം ചോപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ പച്ചമുളകൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് എടുക്കുക. പിന്നെ മല്ലിയില വേണം. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ബ്രെഡ് ഓംലേറ്റ് ആക്കാമെന്ന്. ഈ ഏറ്റവും ആദ്യം മുട്ട ഒന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അതിന് വേണ്ടിയിട്ട് ഈ പാത്രത്തിലേക്ക് മുട്ട ചേർക്കാം. പച്ചമുളക് ചേർക്കുക. ചോപ്പ് ചെയ്ത സവോള ചേർക്കുക. മല്ലിയില ചേർക്കുക. ഈ മല്ലിയിലയ്ക്ക് പകരം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കറിവേപ്പില ചേർക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഈ മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഈ മുട്ട ബീറ്റ് ചെയ്തെടുക്കാൻ പോകുന്നതിന് മുമ്പ് ഇതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർക്കുക. വെള്ളം ചേർത്തിട്ട് മുട്ട നമ്മൾ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ മുട്ട നമ്മൾ പൊരിച്ചെടുക്കുമ്പോൾ മുട്ട നല്ല സോഫ്റ്റ് ആയിട്ട് വരും. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ചേർക്കാം. ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. മുട്ട ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ സ്പൂണിനേക്കാളും നല്ലത് എപ്പോഴും ഫോർക്കാണ്. അപ്പോൾ മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രെഡ് ഓംലേറ്റ് ആക്കാം. നമുക്ക് ബ്രെഡ് ഓംലേറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിക്കാം. ഈ ഓയിൽ പാൻ്റെ എല്ലായിടത്തേക്കും ഒന്ന് ചിറ്റിച്ചിട്ടൊന്ന് ആക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഏറ്റവും ആദ്യം നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചേക്കണം മുട്ട ചേർക്കാം. ഇനി നമുക്ക് ബ്രെഡിൻ്റെ ഓരോ സ്ലൈസ് എടുത്തിട്ട് ഈ മുട്ടയുടെ മുകളിൽ ഇങ്ങനെ ഒന്ന് പതുക്കെ ഒന്ന് ഡിപ്പ് ചെയ്യാം. 2 സൈഡും ചെയ്യാം. ഇത് മുട്ടയുടെ സെൻറ്ററിലായിട്ട് വയ്ക്കാം. വെക്കുമ്പോൾ ഇങ്ങനെ വയ്ക്കാം. ഈ സൈഡിൽ വരണം. മറ്റേ പീസ് എടുത്തിട്ട് ഇങ്ങനെ തന്നെ ഈ മുട്ടയിൽ ഡിപ്പ് ചെയ്യാം. ഇത് വയ്ക്കുമ്പോൾ ഇതേപോലെ 2 സൈഡും ഇങ്ങനെ ചേർന്ന് വരണം. ഈ മുട്ടയുടെ ഒരു സൈഡ് വെന്ത് കഴിയുമ്പോൾ ഇതെടുത്തിട്ട് നമുക്ക് തിരിച്ചിടണം. ഇപ്പോൾ മുട്ടയുടെ ഒരു സൈഡ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതെടുത്ത് നമുക്കൊന്ന് തിരിച്ചിടാം. ഈ നമ്മളിങ്ങനെ തിരിച്ചിട്ട് കഴിയുമ്പോൾ ഇതിൻ്റെ ഏറ്റവും അടിയിൽ ബ്രെഡാണ് വന്നേക്കുന്നത്. അപ്പോൾ ആ ബ്രെഡ് നമുക്ക് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കണം. നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 2 മിനിറ്റ് നമുക്ക് ഇതേപോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബ്രെഡ് നമുക്ക് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടും. ഇപ്പോൾ ബ്രെഡ് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ടാവും. ഇനി നമുക്കിത് ഒന്നുകൂടി നമുക്കൊന്ന് തിരിച്ചിടാം. ബ്രെഡ് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫോൾഡ് ചെയ്യണം. ഇത് ഫോൾഡ് ചെയ്യാൻ പോണതിന് മുമ്പ് ഈ 2 സൈഡിലും വരുന്ന മുട്ട വേണമെന്നുണ്ടെങ്കിൽ ഈ ബ്രെഡിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നമുക്ക് ഫോൾഡ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്കിത് ഇങ്ങനെ തന്നെ എടുത്തിട്ട് ഫോൾഡ് ചെയ്യാം. നമുക്ക് ഈ 2 സൈഡിലും വരുന്ന മുട്ട എടുത്തിട്ട് ഈ ബ്രെഡിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഫോൾഡ് ചെയ്യാം. നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ പിന്നെ ഒരു ലോ ഫ്ലെയിമിൽ ഇടണം. കാരണം ഇതിൻ്റെ അടിയിൽ ഇപ്പോൾ മുട്ടയാണ് വന്നേക്കുന്നത്. അല്ലെങ്കിൽ മുട്ട കരിഞ്ഞു പോകും. ഈ ബ്രെഡ് നമുക്ക് ഫോൾഡ് ചെയ്യാം. നമ്മുടെ ബ്രെഡ് ഓംലേറ്റ് റെഡി ആയിട്ടുണ്ട്. ഈ ബ്രെഡിൻ്റെ ഉള്ളിൽ നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. മുട്ടയും നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ബ്രെഡിൻ്റെ പീസിനെ 2 പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം.